السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. صدق الله العظيم. ഈ ആയത്ത് വളരെ ഗൗരവത്തിലൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരായത്താണ്. എല്ലാ ആയത്തും അങ്ങനെയാണ്. ഇതിന്ന് പല ആളുകളും തത്തിക്കളിക്കുന്ന അവരുടെ വിദണ്ഡവാദങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരായത്താണ്. പ്രധാനമായി സർവമത സത്യവാദികൾ ഈ ആയത്ത് ഒരുപാട് സ്വാമിമാര് ഇസ്ലാമിക സമ്മേളനങ്ങളിൽ വന്ന് അർത്ഥമാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അബദ്ധമാണ് അവർ അതുവഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മുമ്പിലുള്ള മുസ്ലിമീങ്ങൾക്ക് അത് തിരിയുന്നില്ല. മാത്രമല്ല, സർവവേദ സത്യം എന്നത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ ആളിപ്പടരുന്ന ബാത്തിലായ ഒരു വാദമാണ്. ഖുർആനും ഹദീസിനും ഇജ്മായിനും എതിരായിട്ടുള്ള കുഫറിൻ്റെ ഒരു വാദമാണ്. എല്ലാവരും സത്യം. ഹിന്ദുക്കളും അങ്ങനെയാണ് ജീവിച്ചാൽ അവരും സ്വർഗത്തില്, ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് ജീവിച്ചാൽ കുരിശിൻ്റെ ആൾക്കാരും സ്വർഗത്തില്, മുസ്ലിമീങ്ങൾ നിസ്കരിച്ച് അങ്ങനെയാണ് ജീവിച്ചാൽ ഓലും സ്വർഗത്തില്. അവരതിന് ഓതുന്നത് ഈ ആയത്താണ്. ഇന്നല്ലദീന ആമനു, നിശ്ചയം മുഅ്മിനീങ്ങൾ, വല്ലദീന ഹാദു, യഹൂദികൾ, വന്നസാറ, നസാറാക്കൾ, വസ്സാബീന, പിന്നെ മറ്റുള്ള ബഹുദൈവ വിശ്വാസികൾ. അതിൽ സൂര്യനെ ആരാധിക്കുന്നവരും ചന്ദ്രനെ ആരാധിക്കുന്നവരും തീയനെ ആരാധിക്കുന്നവരും ഒരുപാട് ദേവതകളെ വെച്ചുകൊണ്ട് പൂജിക്കുന്ന ആളുകളൊക്കെ പെട്ടു. എല്ലാവരും മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പിന്നെ പേടിക്കാനോ ടെൻഷനാവാനൊന്നുമില്ല. കാരണം അള്ളാഹിന്റെ അടുത്ത് കൂലിയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ നേരെ അർത്ഥം അങ്ങനെ തന്നെ വരിക. അതാണ് ഖുർആൻ നേരെ അർത്ഥം വെക്കരുത്. ഖുർആനും ഹദീസും നേരെ അർത്ഥം വെച്ച് പോയാൽ അത് കുഫറിലെത്തും എന്ന് പറയാൻ കാരണം അതാണ്. അതിന് തഫ്സീർ, അതാണ് ഞാൻ പറയുന്നത്. ഇവര് പറയുന്ന രൂപത്തിലുള്ള ഒരു തഫ്സീർ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിലുമില്ല. ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടെങ്കിലല്ലേ അത് നമ്മൾ പറയാം. നമുക്ക് കേൾക്കാൻ നല്ല സുഖമുള്ളൊരു ആദർശമാണ് അല്ലെങ്കിൽ ആശയമാണ്. എല്ലാ മതക്കാരും സ്വർഗത്തിൽ, മാനവികതാണ് വിശാലാക്കിയാൽ മതി, എല്ലാവരും സ്വർഗത്തിൽ, ആരും കൊണ്ട് കുറ്റം പറയണ്ട. പിന്നെ എന്തിനാ ഇവിടെ ബദറുഹുദൊക്കെ നടന്നത്? ബദറുഹുദൊക്കെ നടക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതിന്റെ ബാഹ്യമായ മലയാളം എന്നതിലപ്പുറം അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് പോകണം. ഇങ്ങനെ അർത്ഥം വയ്ക്കും. ഇന്നല്ലദീന ആമനു, ഇന്നല്ലദീന നിശ്ചയം ഒരു വിഭാഗം ആളുകൾ, ആമനു അവർ വിശ്വസിച്ചിരുന്നു, അവർ വിശ്വാസികളായ ഒരു വിഭാഗം ആളുകൾ. ഇത് ആരെ കുറിച്ചാണ് ഈ പറയുന്നത് അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വരുന്നതിന്റെ മുമ്പ് മൂസാ നബിയിലും ഈസാ അലൈഹിസ്സലാമിലും വിശ്വസിച്ചിട്ട് അതേ നിലയിൽ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. ആ ഈമാനെ കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ വല്ലദീന ഹാദു, പിന്നെ അവരുടെ ദീന് മാറ്റിമറിച്ചതിന് ശേഷം യഹൂദ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളും, നസ്രാണികളും, വസാബീന ബഹുദൈവ വിശ്വാസികളും എല്ലാവരും രക്ഷപ്പെട്ടവരാണ്. പക്ഷെ എന്ത് വേണം? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവര് പിന്നീട് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പ്രചരിപ്പിച്ച യഥാർത്ഥ ഈമാനിൽ ഉൾക്കൊണ്ടവരായിരിക്കണം. ആദ്യകാലത്തുള്ള എന്തായിക്കോട്ടെ പ്രശ്നമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തിയ ഒരു അല്ലാഹ് ഉണ്ട്. ആ അല്ലാഹിലും വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ 6 കാര്യത്തിലും വിശ്വസിക്കണം എന്നാ പറയണത്. ഈ 2 പറഞ്ഞെന്താ? ആദ്യത്തെ എടുത്ത് ലാസ്റ്റത്തെ എടുത്ത് അതിന്റെ അടിയിലുള്ള ഒക്കെ പെടും എന്ന് മഹാന്മാരകപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അള്ളാഹിനെ കൊണ്ടും അന്ത്യദിനത്തിലും വിശ്വസിക്കണം. അവര് നേരത്തെ എന്തോ ആയിക്കോട്ടെ പ്രശ്നമില്ലാന്ന്. അങ്ങനെയാണെങ്കിൽ ഫലവും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അള്ളാഹെങ്കിൽ കൂലിയുണ്ട്, അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഇന്നല്ലദീന ആമനു,
നിശ്ചയമായിട്ടും വിശ്വാസികൾ, ഏതാണ് ആ വിശ്വാസികൾ? അത് സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. ആ വിശ്വാസികൾ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ആമിനൂ, നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളി. നിങ്ങളിപ്പോ വിശ്വസിക്കണമെന്ന് പറഞ്ഞത് ശരിയല്ല. അങ്ങനത്തെ കുറെ ആൾക്കാരെ അന്നുണ്ടായിരുന്നു, മുനാഫിക്കങ്ങൾ. അവരെ കുറിച്ച്, ആ മുനാഫിക്കങ്ങളായിക്കോട്ടെ, യഹൂദികളായിക്കോട്ടെ, നസാറാക്കളായിക്കോട്ടെ, അവര് മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അത് യഥാർത്ഥവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു തഫ്സീറുണ്ട്. അല്ലെങ്കിൽ വേറൊരു തഫ്സീറുണ്ട്, ഇന്നല്ലദീന ആമനു, അത് യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് മാളിയ കാലത്തിലേക്ക് നോക്കിയിട്ടാണ്, കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കിയിട്ട്. യഥാർത്ഥ വിശ്വാസികൾ തന്നെ അവരുടെ ഇന്നലകളിലേക്ക് നോക്കിയിട്ട് നാളെന്റെ കാര്യം ഉറപ്പിക്കണ്ട. ഇന്നലകളിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വിശ്വാസം മൗത്തിന്റെ സമയത്ത് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവര് വല്ലദീന ഹാദു, യഹൂദികളും വന്നസാറ, നസ്രാനികളും, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന അവസ്ഥയിൽ അവരുടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഉണ്ടെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഒരു പേടിക്കേണ്ടതില്ല, ടെൻഷൻ ആകേണ്ടതില്ല. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ തഫ്സീർ. അല്ലാതെ ഇത് എല്ലാ മതക്കാരും സ്വർഗത്തിലേക്ക് പോകുന്നതാണ്, അത് ഓതിയിട്ടില്ലല്ലേ? ഇന്നല്ലദീന ആമനു, ഞാൻ ഒന്ന് ഓതിത്തരാം. നോക്കേ, നിങ്ങൾ അവിടെ പോയിരിക്കണം, എന്താ ഇവിടെ നിന്ന് ഇരിക്കുന്ന, അല്ല നമുക്ക് കമ്മണിക്ക് ആയി. ശരി, ഞാൻ ഓതിത്തരാട്ടോ. നോക്കേ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറാ വസ്സാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹാ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഓക്കേ അല്ലേ? അപ്പോ അള്ളാഹിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടൊക്കെ വിശ്വസിച്ച് വഅമില സ്വാലിഹ്, എന്നിട്ട് നല്ല കർമ്മങ്ങളും ചെയ്താൽ നേരത്തെ അവർ എന്തോ ആയിക്കോട്ടെ എന്ന്. അപ്പൊ ഇനി ലാസ്റ്റ് ഇത് പറയുകയാണെങ്കിൽ യഥാർത്ഥ മുഅ്മിനീങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. പക്ഷേ ഇന്നലകളിലേക്ക് നോക്കാൻ പറ്റൂല. അവരുടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ വിശ്വാസവും തദനുസരിച്ചുള്ള അമലുമാണ് ഫിനിഷിംഗ് പോയിന്റിൽ ഉള്ളതെങ്കിൽ അവർക്ക് അല്ലാഹെങ്കിൽ കൂലിയുണ്ട്, അവർ പേടിക്കേണ്ടയില്ല, അവരെ വിഷമിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതിൽ നമുക്കും പാടുണ്ട്, എല്ലാവർക്കും പാടുണ്ട്. ഇത് സർവമത സത്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ മുസ്ലിമീങ്ങളെയും ഖുർആനെയും വഞ്ചിക്കുന്ന ആദർശ അക്രമകാരികളാണ്. അവരുടെ ഷർറിൽ നിന്ന് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷ. അങ്ങനെ ഒരാൾ CH മുസ്തഫയിൽ പെട്ട ആളാണ്. ആൾക്ക് ഈ ആയത്താണ് വിഷയം. എല്ലാ ഇസ്ലാമിക സെമിനാറിലും പങ്കെടുക്കുന്ന ഒരു സ്വാമിയുണ്ട്. അത് നല്ല നല്ല വിഷയങ്ങളാണ് പറയുന്നത്, തർക്കമൊന്നുമില്ല. പക്ഷെ ഈ ആയത്തമ്മ കളിക്കുന്നുണ്ട്. ആശയം മാറ്റാൻ പറ്റൂലല്ലോ. നമുക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ വിശ്വാസമില്ലല്ലോ. എല്ലാവരും സ്വർഗത്തിലാണെങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിരിക്കെ എന്തിനാണ് ഈ ബദർ ഉഹുദൊക്കെ നടന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അബൂജഹലിനോട് പറഞ്ഞാൽ പോരെ, പിന്നെ നിങ്ങളെ ആദർശിച്ച് ഇങ്ങനെയാണ് പോയിക്കോളി, നമ്മളത് ആദർശിച്ച. അന്ന് എല്ലാവർക്കും ഒറ്റ പള്ളിയനെ അമ്പലാക്കുന്നതും പള്ളിയനെയല്ലോ. കാബ ശരീഫ് അല്ലായിരുന്നു എല്ലാവർക്കും ഒന്ന് തൊഴുതാൻ നിസ്കരിക്കാനുള്ള സ്ഥലം. അപ്പോ ഒറ്റ മുക്കൂട്ട് മുന്നിൽ കമ്മിറ്റി ഉണ്ടാക്കി എത്ര സുഖമായിരുന്നു. അവർക്ക് വേറൊരു ആരാധനായില്ലല്ലോ. അബൂജഹലിന് വേറെ ആരാധനായാലുണ്ടോ? ഇല്ല, എല്ലാവർക്കും കാബായിരുന്നു. അപ്പൊ അവർക്ക് ഒറ്റ കമ്മിറ്റി ഉണ്ടാക്കിയ പോലെ, എന്നിട്ട് മാനവികത നേരത്തി കൂടെ, എന്നിട്ടൊരു പ്രസംഗം നടത്തിയ പോലെ എല്ലാവർക്കും കാബ ഷരീഫാണ്, അവിടെ പൂജിക്കേണ്ടവർക്ക് പൂജിക്കാം, സുജൂദ് ചെയ്യേണ്ടവർക്ക് സുജൂദ് ചെയ്യാം, ഏകദൈവത്തെ വിശ്വസിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല, അവിടെയുള്ള ബിംബങ്ങളെ പ്രതിഷ്ഠ നമിച്ചുകൊണ്ട് അവരെ ആരാധിക്കേണ്ട ആ ബിംബങ്ങൾക്ക് പ്രതിഷ്ഠകൾ കൊടുക്കേണ്ട ആളുകൾക്ക് അങ്ങനെ കൊടുക്കാം. നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ്, ഒരേ ഉമ്മാന്റെ മക്കളാണ്. എന്ത് രസമുണ്ടായിരുന്ന മേറ്റർ, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അതിനിടയിൽ സത്യാദർശം തൗഹീദ് പറഞ്ഞതിന്റെ പേരല്ലേ ഈ കൊള്ളണ്ടൊക്കെ കൊണ്ടത്. അപ്പൊ എല്ലാരും സ്വർഗത്തിലാന്നുള്ളൊരു വിഷയമില്ല. അതിപ്പോഴത്തെ ഒരു പുതിയ വിദണ്ഡവാദവും ഇപ്പോഴത്തെ യഥാർത്ഥ തൗഹീദിന് കളങ്കം വരുത്തുന്ന ഒരു ലലാലത്തിന്റെ ചിന്തയുമാണ്. അതിന്റെ കടക്ക് കത്തിവെച്ചിട്ടില്ലെങ്കിൽ ഇനി മാനവികത എന്ന് പറഞ്ഞാൽ തന്നെ അതായി മാറും. എല്ലാ മതക്കാരും സ്വർഗത്തിലാണ് എന്ന് വിശ്വസിക്കലായിരിക്കും കേരളത്തിന്റെ മാനവികത. അങ്ങോട്ടാ പോക്ക്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ ആയത്തും അവർ പറയുന്ന പ്രചരിപ്പിക്കുന്ന ആശയം തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു തഫ്സീറിലും അങ്ങനെയില്ല. തഫ്സീറായ തഫ്സീറുകളിലൊക്കെ ഉള്ളത് ഈ വിശദീകരിച്ച പോലെയാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന് പ്രത്യേകിച്ച് വളർന്നു വന്ന് വായിക്കുന്ന പുതിയ തലമുറയോട് തൗഹീദിന്റെ ഒരു ഖാദിം, കലിമത്തിന്റെ ഒരു ഖാദിം, ഇൽമിന്റെ ഒരു ഖാദിം എന്ന നിലയിൽ ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു അങ്ങനെ ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യട്ടെ.
ഇനി അവൻ ഇങ്ങനെ ചിന്തിക്കുക, ഇന്നല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസികൾ, വല്ലദീന ഹാദു, അവർക്ക് യഹൂദികൾ, ഹാദ് വല്ലദീന ഹാദു, അവർക്ക് യഹൂദികൾ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഹാദ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്തു. അപ്പൊ അവര് അവര് ആ പശുക്കുട്ടിനെ ആരാധിച്ചിരുന്നല്ലോ മൂസാ അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ പോയ സമയത്ത്. നമ്മൾ നേരത്തെ ആയത്തിലെ വിശാലമായിട്ട് പറഞ്ഞാണ്. ആ പശുക്കുട്ടിയെ ദൈവമായി ആരാധിച്ചതിന്റെ പേരിൽ അവർക്കുണ്ടായിരുന്ന സങ്കടത്തിൽ അവർ തൗബ ചെയ്ത് മടങ്ങി. അവരാണ് യഹൂദികൾ. അപ്പൊ അവർ തൗബ ചെയ്ത് മടങ്ങിയവർ എന്ന അർത്ഥത്തിനാണ് ആ യഹൂദ് എന്ന് പറയാൻ കാരണം. അല്ലെങ്കിലോ യാക്കൂബ് നബി ഇസ്ലാമിന്റെ മക്കളുടെ കൂട്ടത്തിൽ മൂത്ത മോന്റെ പേര് യഹൂദ എന്നായിരുന്നു. അപ്പൊ ആ മോനിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ടാണ് യഹൂദികൾ എന്ന് പറയുന്നത് എന്നും ചില മഹാന്മാർ പറയുന്നത്. അല്ലെങ്കിലോ ഹാദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യതഹറക്കുന്ന, അങ്ങനെ ബോഡി ലാംഗ്വേജ് ഉള്ള ആളുകൾ എന്നാണ്, ബോഡി ലാംഗ്വേജ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തൗറാത്ത് ഓതുന്ന സമയത്തൊക്കെ ഭയങ്കര അളകലായിരിക്കും, ഇൻട്രസ്റ്റ് കൊണ്ട് ഇങ്ങനെ ആയിട്ട്. അതുകൊണ്ടാണ് അവർക്ക് യഹൂദികൾ എന്ന് പറയാൻ കാരണം എന്ന് പ്രബലമായ 3 അഭിപ്രായങ്ങളാണ്. നസാറ എന്ന് പറയാൻ കാരണം എന്താണ്? നാസറ എന്നൊരു കറി ഉണ്ടായിരുന്ന ഗ്രാമം, അവിടെ ഇടക്കിടക്ക് ഇറങ്ങുമായിരുന്നു മഹാനായ ഈസ. ആകാശത്ത് നിന്ന് ഇറങ്ങില്ല, അവിടെ പോയിട്ട് ഇടക്കിടക്ക് ഇരിക്കുന്ന ആ കാലത്ത് ഈസാ അലൈഹി ഇസ്ലാം അവര് ഇടക്കിടക്ക് ഇരിക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് അവരുടെ അനുയായികൾക്ക് ആ നാസറ എന്ന ഗ്രാമത്തിലേക്ക് ചേർത്തിട്ട് നസാറ എന്ന് വിളിക്കപ്പെട്ടു എന്നാണ്. അല്ലെങ്കിൽ അവർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അവർ പരസ്പരം നല്ല സഹകരിക്കുന്ന ആളുകളാണ്, നുസറത്തുള്ള ആളുകളായിരുന്നു. അവരുടെ ഇടയിൽ നല്ല സഹകരണമായിരിക്കും, ഭയങ്കര സഹായം. അതുകൊണ്ടാണ് അവർക്ക് നസാറ എന്ന് പറയാൻ കാരണം. അല്ലെങ്കിലോ ഈസാ അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ കൂനു അൻസാരി, എന്റെ അൻസാരികളാവണമെന്ന് ഹവാരിങ്ങളോട് പറഞ്ഞിരുന്നു. അത് പറഞ്ഞു എന്ന് സൂറത്ത് സുഫിൽ അല്ലാഹു തആല ഉദ്ധരിച്ചിട്ടുണ്ട്. നോക്കൂ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, يا أيها الذين آمنوا كونوا أنصار الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. സൂറത്ത് സഫ്. അവിടെ അല്ലാഹു തആല ഈസാ അലൈഹി സ്വലാം പറഞ്ഞു ഉദ്ധരിക്കുകയാണ്. ഈസാ അലൈഹി സ്വലാം പറഞ്ഞു, ഈസാ അലൈഹി സ്വലാം ഹവാരിങ്ങളോട് പറഞ്ഞല്ലോ, കൂനൂ അൻസാരി, നിങ്ങൾ എൻ്റെ അൻസാറുകളാവണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നസാറ എന്ന് ക്രിസ്ത്യാനികളെ വിളിക്കപ്പെടുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവരാരാവട്ടെ സ്വാബീങ്ങളിൽ തഫ്സീറിൽ 4 ഐറ്റം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തീൻ ആരാധിക്കുന്ന ആളുകൾ, അവർക്ക് സ്വാബി എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നിലവിലുള്ള മതത്തിൽ നിന്ന് തെറ്റിയ ആളുകൾ. സ്വബാ എന്ന് പറഞ്ഞാൽ തെറ്റ, ഹറജ, അതിനും കണ്ട് പോവുക, യഥാർത്ഥ ദീനിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അവരങ്ങനെ മാറിയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വാബിന്ന് ഖുറൈശികൾ പേരിട്ടിരുന്നു, സ്വാബി. കാരണം എന്താ? അതുവരെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ദീനിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു മതമാണ് പ്രചരിപ്പിക്കുന്നത്, അതുകൊണ്ട് സ്വാബി എന്ന് വിളിച്ചിരുന്നു. ഇവിടെ പറയുന്നത് യഥാർത്ഥ തൗഹീദിൽ നിന്നും ദീനിലും തെറ്റിയിട്ട് തീൻ ആരാധിക്കുന്ന ആളുകൾ, അല്ലെങ്കിലോ ചന്ദ്രനെ ആരാധിക്കുന്ന ആളുകൾ, സൂര്യനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആലക്ക് സ്പെഷ്യലായിട്ട് പറയേണ്ടി വന്നത് വശംസു തജ്രീലി മുസ്തഖറില്ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കളിക്കുട്ടിയൊന്നല്ല, അത് അതിന് അള്ളാഹു നിശ്ചയിച്ച ഭ്രമണപഥമുണ്ട്. ആ മണ്ഡലത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഗോളാണ് സൂര്യൻ, നിങ്ങളെ ദൈവമൊന്നുമല്ല എന്നാണ് അതിന്റെ അർത്ഥം. നേരെ അർത്ഥമല്ല, അതിന്റെ ഒരു ഉദ്ദേശങ്ങളിൽ ഒന്നതാണ്. ആ ആരാധിച്ച ആളുകളും ഇതിൽ പെടും. അല്ലെങ്കിൽ മലക്കുകളെ ദൈവങ്ങളായി വിശ്വസിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതിനാണ് പിന്നെ ദേവതകൾ വന്നത്. കാരണം അവർക്ക് മലക്കുകൾ പെൺകുട്ടികളാണ്. വല മലായിക്കത്തു ബനാത്തുല്ലാ, മലക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതിനാണ് ഈ ദേവതാ സങ്കല്പം തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവരും, അല്ലെങ്കിലോ ഈ ബഹുദൈവാരാധകൾ, ബിംബങ്ങൾ വെച്ചുകൊണ്ട് ആരാധിക്കുന്നവരൊക്കെ അതിൽ പെട്ടു, അങ്ങനത്തെ മുഴുവൻ ആളുകളും. പക്ഷെ മന്നാമനബില്ലാഹി വല്യൗമിൽ ആഖിരി വഅമില സ്വാലിഹ, ആ അവസ്ഥയിൽ അവരുടെ ഫിനിഷിംഗിൽ ഉണ്ടെങ്കിൽ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൽ അവർക്ക് കൂലിയുണ്ട്. മുമ്പ് എന്താണെന്ന് അള്ളാഹ് നോക്കൂല. അങ്ങനെ ഒരു പേടിങ്ങൊക്കെ വേണ്ടാന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതെടുത്തിട്ടാണ് ആര് എങ്ങനെ കഴിച്ചാലും പ്രശ്നമില്ല, മരിച്ചു കൊടുത്താൽ മതി, സ്വർഗമുണ്ട് എന്നിവർ പറഞ്ഞു വരുത്തുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അങ്ങനത്തെ ആളുകൾക്ക് ടെൻഷനും ഇല്ല, ഖൗഫും ഇല്ല. ടെൻഷനോ ഖൗഫില്ലാത്തൊരു ജീവിതം അത് പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടുന്നത് ആഖിറത്തിൽ മാത്രമാണ്. ഇവിടെ ടെൻഷൻ ഒഴിഞ്ഞു പോകില്ല, പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകില്ല. ചിലർ പറയും എനിക്ക് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, അല്ലെ പ്രശ്നത്തിലാണ് അവസ്ഥ. പ്രശ്നം അന്ത്യശ്വാസം വരെ തുടരും.
പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ദുനിയാവിൽ അള്ളാഹ്ക്ക് ഇബാദത്തിന് മാത്രം സമയം ആരും കണക്കൂട്ടണ്ട. അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇത് പ്രശ്നങ്ങളുടെ ലോകല്ലേ, പ്രശ്നങ്ങളുടെ ലോകത്തേക്കല്ലേ അള്ളാഹ് ഇറക്കിയത്. ഇനി പ്രശ്നം തീർന്നിട്ട് ഞാൻ പള്ളിക്ക് വരാന്ന് പറഞ്ഞാൽ ഓന്റെ പള്ളിക്ക് വരൽ കബറിൽ പോയി കിടക്കലായിരിക്കും. കാരണം പ്രശ്നം തീരൂല. പ്രശ്നം ഒന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരും, അത് കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരും, അത് കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരും. പിന്നത്തെ പ്രശ്നം മയ്യിത്തായി എന്നുള്ള പ്രശ്നമാണ്. അപ്പൊ പ്രശ്നങ്ങളിലൊക്കെ ഒഴിഞ്ഞിട്ട് ഒഴിവ് സമയം കിട്ടിയാൽ പള്ളിയിലൊന്ന് ഇരിക്കാൻ ആഗ്രഹം ഉണ്ടായി നിങ്ങൾ ദ്വാരിക്കുന്ന ആരും അള്ളാനെ കരുതി പറയരുത്. കാരണം എന്താ, അള്ള ദുനിയാവ് തീരുമാനിച്ചത് പ്രശ്നങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് പാഠം പഠിപ്പിക്കലാണ്. ആ പ്രശ്നങ്ങളിലാണ് ചിലർക്ക് ദറജ ഉണ്ടാവുക. പ്രശ്നങ്ങൾ പോയി കിട്ടൂല. പ്രശ്നങ്ങൾക്കിടയിലാണ് കാര്യങ്ങൾ ഒപ്പിക്കേണ്ടത്. അവനാണ് മുഅ്മിൻ എന്ന് പറയാം. അങ്ങനെയാണ് ഒപ്പിച്ചവരൊക്കെ ഒപ്പിച്ചത്. ഈസാ അലൈഹി സ്വലാമിന് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? മൂസാ അലൈഹി സ്വലാം പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ആ പ്രശ്നങ്ങൾക്കിടയിലല്ലേ ഈ വാളും പ്രബോധനവും പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും കല്യാണവും മസ്ലഹത്തൊക്കെ നടന്നതിന്റെ ഇടയിലല്ലേ എല്ലാ പ്രശ്നവും തീർന്നിട്ട് എനിക്കുണ്ട് ഒരുക്കം കൊണ്ട് ഒരുങ്ങാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചാല് പ്രശ്നങ്ങൾ കഴിയില്ലല്ലോ. പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, അതിന്റെ ഇടയിൽ കാര്യങ്ങൾ ഒപ്പിക്കണം. അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടെ. നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാണ്. ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതിനുവേണ്ടി പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. اللهم انصرنا يا نصير واغفر لنا يا غفار واسترنا يا ستار وافتح لنا يا فتاح. اللهم اغفر لنا وانصرنا وافتح لنا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم بارك لنا في جميع معاملاتنا، في جميع تجاراتنا، في جميع كسبنا، في جميع دعوتنا، في جميع زروعنا، في جميع اعمالنا، في جميع اقوالنا، وفي جميع احوالنا، في جميع اخلاقنا، في جميع حركاتنا، في جميع سكناتنا، وفي حياتنا وعند مماتنا يا رب يا ذا الجلال والإكرام. اللهم بارك لنا في البر والبحر وسلمنا من جميع البلاء والأعداء والأمراض وسائر ما نخاف علينا وعلى هؤلاء الإخوان وعلى من تعلق بنا. اللهم انصر الإسلام في جميع البلاد خاصة في فلسطين. اللهم أيدنا وأيدهم بالتقوى والعمل والإيمان والنور يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نشكو إليك قسوة قلوبنا وكثرة ذنوبنا وطول آمالنا وتكاسلنا عن الطاعات وهجومنا على المخالفات. فنعم المشتكى إليه أنت يا رب، بك نستنصر على أعدائنا فانصرنا على القوم الكافرين والظالمين وجميع الأعداء يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات. കുടുംബത്തിലുള്ള പ്രശ്നം തീരാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രശ്നം എന്നറിയില്ല. അള്ളാഹുത്തിൽ എന്താണെങ്കിലും ഖൈറാ രൂപത്തിൽ തീർത്തു കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും ലോകത്തെ ഇസ്സത്തിലാക്കി തരട്ടെ. കടലിലും